ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ല് കറി. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇത്? അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ആവശ്യത്തിന് എടുക്കുക, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് എടുക്കുക, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും എടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോം മെയ്ഡ് ഗരം മസാലയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഓൾറെഡി ഞാൻ എല്ലൊക്കെ കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പ് മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പാതി വേവാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ടൊന്ന് നമുക്ക് കുറച്ച് സമയം കൂടെ വേവിക്കുമ്പോൾ പാകത്തിന് വേവൊക്കെ കറക്റ്റാവും. ഇപ്പം നമ്മുടെ എല്ല് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ ഞങ്ങൾ കപ്പയാണ് കഴിക്കാൻ പോകുന്നത്. നമുക്കിതിൻ്റെ കൂടെ പൊറോട്ടയോ കപ്പയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കഴിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വീഡിയോ വേഗം കാണാം.